മഡഗാസ്കർ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ മഡഗാസ്കർ യാത്ര തുടങ്ങണ്. ഞങ്ങളുടെ നമ്മുടെ മഡഗാസ്കർ യാത്ര തുടങ്ങണ്. ഞങ്ങളുടെ ഇന്നലത്തെ എപ്പിസോഡ് കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങൾ രണ്ടും വീണ്ടും ഒന്നിച്ചൊരു യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്നുള്ള കാര്യം മനസ്സിലായി കാണുമായിരിക്കും. അതെ, അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മഡഗാസ്കർ എക്സ്പ്ലോർ ചെയ്യണം. മഡഗാസ്കർ അതിൻ്റെ തനതായ രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് വൈവിധ്യങ്ങളും ഒരുപാട് കൾച്ചറുകളും ഒരുപാട് കാടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് മഡഗാസ്കർ. ചുരുക്കി പറഞ്ഞ 8ാമത്തെ ഭൂഖണ്ഡം എന്ന് പറയുന്നതിന് കാരണമുണ്ട്. അത്രയും വൈവിധ്യങ്ങളാണ് ഈ ചെറിയ ഐലൻഡ് കൺട്രിയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും 4ാമത്തെ ഐലൻഡാണ് മഡഗാസ്കർ. ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും വലിയ ഐലൻഡ്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഐലൻഡ്. ആ ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഐലൻഡിനെ ലെഫ്റ്റ് പുട്ട് നമ്മുടെ ഇടത്ത് കാലം നിൽക്കുന്ന പോലെയാണ് ഈ ഐലൻഡിനെ അറിയപ്പെടുന്നത്. ദൈവത്തിന്റെ മറന്നു വെച്ച 4ാമത്തെ കാൽപാദം എന്ന് നമുക്ക് പറയാം. അതെ, അപ്പം നമ്മൾ ഈ ഒരു മഡഗാസ്കറിനുണ്ടല്ലോ, ഈ ഒരു യാത്ര നമ്മൾ ഈ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ 61ാമത്തെ രാജ്യമാണ് മഡഗാസ്കർ. ഈ മഡഗാസ്കർ നമ്മൾ 3-4 സീസണായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് നമ്മുടെ സമയപരിധിയും എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ ഫുൾ എക്സ്പ്ലോറേഷൻ നടക്കില്ല. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മഡഗാസ്കറിനെ 3 സീസണായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതെ. നിങ്ങൾ വിചാരിക്കും അത് അത്ര വലിയൊരു ഐലൻഡ് അല്ലല്ലോ എന്ന്. പക്ഷേ സൈസ് ബേസ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു 2 ഇരട്ടിയും, വീതിക്കാണെങ്കിൽ ഒരു 500 കിലോമീറ്റർ വീതിയാണ് വരുന്നത്. പക്ഷേ എന്നാലും അവിടെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 2-3 സീരീസ് ആക്കാന്ന് വിചാരിച്ചത്. ആദ്യത്തെ ഞങ്ങളുടെ പദ്ധതി എന്തായിരുന്നു സന്ദീപ? ആദ്യത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബൈക്ക് എടുത്ത് മഡഗാസ്കറിനെ കാണാം എന്നാണ് ഞങ്ങളുടെ മൈൻഡിൽ. ഞങ്ങൾ ഇച്ചിബൂട്ട്സിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് നമുക്ക് ബൈക്കിലൂടെ നമ്മുടെ ആൾക്കാരെ മഡഗാസ്കർ കാണിക്കുന്നതായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അത് അങ്ങനെ ഒരു സീരീസ് ചിലപ്പോൾ ഇതിന് ശേഷം തുടരുന്നതായിരിക്കും, സെക്കൻഡ് സീസൺ ആയിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ചത് ഒരു ത്രെഡ് ഞങ്ങൾക്ക് വന്നു. സാറിനിപ്പോൾ ആ ത്രെഡ് ഒന്ന് പറയാമോ? നമ്മുടെ നാട്ടില് സ്വർണം വരുന്നു, എയർപോർട്ടിൽ സ്വർണം പിടിക്കണു, ദുബായിക്ക് സ്വർണം കയറ്റി വിടണു, ആഫ്രിക്കയിൽ മൊത്തം സ്വർണ്ണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്വർണ്ണം എവിടെ ഇരിക്കുന്നത് നമുക്കറിയണ്ടേ? അതെ. അപ്പോൾ സ്വർണം തേടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈൽ ഒരു സീരീസ് ആയിരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി സീരിയസ് ആവില്ല, എന്നിരുന്നാലും ഇടയ്ക്കൊരു കോമഡി ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ വരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ബൈക്ക് റൈഡ് എന്നുള്ള ആ പോളിസി ഇത് മാറ്റാനുള്ള സെക്കൻഡ് ലൈനിലേക്ക് മാറ്റാനുള്ള കാരണം ഇത്ര സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കണം. വേറെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. സെക്യൂരിറ്റി വേണം, നല്ലൊരു വണ്ടി വേണം, അല്ലേ? നമ്മള് എന്നും നിങ്ങൾക്ക് ഓർമ്മയുള്ളത് നമ്മൾ SNB സൗത്ത് ആഫ്രിക്ക, നമീബിയ, ബോട്സ്വാന ഓവർലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓവർലാൻഡിങ് ആയിട്ടുള്ള കേപ്പ് ടു കെയ്റോ ചെയ്തു. കേപ്പ് ടൗൺ ടു ഈജിപ്ത് 18,000 കിലോമീറ്റർ 12 രാജ്യങ്ങൾ ക്രോസ് ചെയ്ത് അതൊരു അടി അടിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഇനി അടുത്ത യാത്രകൾ ചെയ്യുമ്പോൾ ഒന്നിക്ക് മേലെ ഒന്ന് ചെയ്യണമല്ലോ. അതായിരിക്കണമല്ലോ നമുക്ക് എല്ലാവരും ആഗ്രഹം. അതായിരുന്നു നമ്മൾ ഏറ്റവും ചെറുത് തേടി പോവില്ലല്ലോ. അപ്പോൾ ഈ യാത്ര ഒരു ഓവർലാൻഡിങ് ചെയ്യാന്നുള്ളൊരു ആശയം ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. ആ ഓവർലാൻഡിങ് ഞങ്ങൾക്ക് കുറച്ച് കംഫർട്ടും കൂടെ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ചധികം ടെറൈനിൽ പോകണമെങ്കിൽ, അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് തേടിയിട്ട് അല്ലെങ്കിൽ എമറാൾഡ് തേടിയിട്ട് അല്ലെങ്കിൽ ഡയമണ്ട് തേടിയിട്ടുള്ള യാത്രയാണ്. അതെ, അപ്പം ഞങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള വില്ലേജുകളിലേക്കൊക്കെ പോകണം. സെക്യൂരിറ്റിയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വേണം. അതെ, അപ്പം ഞങ്ങൾ 2 ബൈക്കിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേര് കൂടി ഒത്തിരി പേരെ ഞങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റിയല്ല. അപ്പം ചിലപ്പോൾ ഞങ്ങൾക്ക് പോലീസുകാരെ കൂട്ടേണ്ടതായിട്ട് വരും, സെക്യൂരിറ്റി പീപ്പിളെ കൂട്ടേണ്ടതായിട്ട് വരും, പിന്നെ നല്ലൊരു പ്രോപ്പറായിട്ട് ലാംഗ്വേജ് അറിയാവുന്ന ഒരു ഗൈഡിനെ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് ചേരുന്നത് ചിലപ്പോൾ നമ്മൾ വണ്ടിയെ തന്നെ കിടക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ക്യാമ്പ് ലൈഫ് ഒക്കെ വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വണ്ടി ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒപ്പം വരാനായിട്ട് 2-3 ആൾക്കാർ ഞങ്ങൾ കണ്ടെത്തണം. കാരണം വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് വണ്ടി ഓടിക്കാൻ ഒരാൾ, നമ്മുടെ കൂടെ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ഈ ഒരു യാത്ര ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് ആകുന്നത്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ സേഫ്റ്റിയാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് ആവേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ, മഡഗാസ്കർ യാത്രയിൽ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത് മരങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പാറക്കൂട്ടങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ തിങ്ങി നിൽക്കുന്നത്. മഡഗാസ്കർ എന്ന് പറഞ്ഞാൽ വലിയൊരു മരം കാണാൻ പോകാമെന്ന്. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ സെക്കൻഡ് പ്ലാനിങ്ങിലാണ് ശരി മരം വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്ലാനിങ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് തേടിയിട്ടുള്ള യാത്രയാണ്. ഗോൾഡ് എവിടെ നിന്ന് വരുന്നു, ഗോൾഡ് ഏത് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നു, എങ്ങനെ ഗോൾഡ് മേടിക്കണം എന്നൊക്കെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ തന്നെ നമുക്കത് എക്സൈറ്റിംഗ് ആയിരിക്കും. ഒരുപാട് മലയാളികളും ഒരുപാട് ഇന്ത്യക്കാരൊക്കെ കൂടെ വന്ന് മരിച്ചു പോകുന്നുണ്ട്. ഗോൾഡ് തേടി വന്ന് മരിച്ചു പോകുന്ന കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. അപ്പോൾ അതൊന്നും നിങ്ങൾ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യണത് നിങ്ങൾ ഒരിക്കലും അനുകരിക്കരുത്. ഇത് അനുകരിക്കാൻ വേണ്ടി ചെയ്യണതല്ല. പക്ഷേ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ടീം ട്രാവലേഴ്സിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ചെയ്യണതാ.
എന്ന് കരുതി ഇവിടുത്തെ കൾച്ചറോ അല്ലെ ഞങ്ങൾ ഒരു സെക്ഷനാണ് തീർക്കുന്നത്. അപ്പോൾ ആ സെക്ഷനിലെ എല്ലാ അപൂർവങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, കൾച്ചർ, ലെമൂർ പോലെയുള്ള ആനിമൽസിലൂടെയാണ് നമുക്ക് മഡഗാസ്കർ മൂവിയൊക്കെ നമ്മുടെ പിള്ളേരുടെയൊക്കെ എന്നത്തെയും ഫേവറേറ്റ് ആണ്. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. എന്നിരുന്നാലും വേറൊരു റീസണും കൂടെ ഉണ്ട് ഈ ട്രിപ്പിൽ ഞങ്ങൾ ഒന്നിക്കാനുള്ള കാരണം. അത് പറയാം സാറോ. അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടീം ട്രാവലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ ആ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ഞങ്ങൾക്ക് കുറച്ച് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താണ്ട്. അതറിയാത്തവരുണ്ടാവോ? അറിയാത്തവരുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞോ. ട്രാവലിസ്റ്റ് ഓൾറെഡി ആ ട്രിപ്പ് അനൗൺസ് ചെയ്തതാണ്. ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ര പരിചിതമില്ലാത്തൊരു യാത്രാ സ്റ്റൈലായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചത്. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള യാത്രയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹം വന്നിരുന്നു. ഒരു യൂണിക് ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് കൊടുക്കണമെന്ന് എന്നും ഡിസ്കഷൻ. നമ്മൾ ഇവിടെ പോയപ്പോഴും ആമസോണിൽ പോയപ്പോഴും അന്റാർട്ടിക്ക പോയപ്പോഴും എല്ലായിടത്തും നമുക്ക് മനസ്സിലെപ്പോഴും ഇത് ജനങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്ത് രസമായാലും അല്ലെങ്കിൽ ഇത് ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വ്യത്യസ്തങ്ങളായ 3-4 പാക്കേജുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ 3 നാച്ചുറൽ വണ്ടേഴ്സും 4 മനോഹരങ്ങളായ സദേൺ ആഫ്രിക്കൻ കൺട്രികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ലക്ഷർ ട്രിപ്പിനോടൊപ്പം തന്നെ ഒരു ഓവർലാൻഡിങ് ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ഗ്രൂപ്പുകളാക്കി നടത്തുമ്പോൾ ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു യാത്ര നമ്മൾ ശരിക്കും അത് പോസിബിൾ ആക്കാനുള്ള പരിപാടി. അതുകൊണ്ട് തന്നെ നമ്മൾ 10 പേരിനും മുകളിൽ ഒരു ട്രിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ജൂൺ ജൂലൈ പാക്കേജിൽ ഒരു ഏകദേശം തീർന്ന പോലെ ഉണ്ട്. നമുക്കിനി ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സെയിം പാക്കേജ് 10 പേരടങ്ങുന്ന പാക്കേജ് 4 രാജ്യങ്ങൾ 3 വണ്ടേഴ്സ് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, ബോട്സ്വാന, സാംബിയ എന്നീ 4 രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അത് ഓവർലാൻഡിങ് കൺസെപ്റ്റ് ആകുമ്പോഴാ. അതെ, ഓവർലാൻഡിങ് കൺസെപ്റ്റ് മാത്രമല്ല ഇതിനകത്ത് പല പ്രായക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി എല്ലാ ടൈപ്പും ഉണ്ട്. അതായത് കുറച്ച് നേരം നമ്മൾ ഓവർലാൻഡിങ് നിങ്ങൾക്ക് ഒരിക്കലും ഈ ട്രിപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആഫ്രിക്ക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നലുണ്ടാവില്ല. എന്നുവെച്ചാൽ കേപ്പ് ടൗണിൻ്റെ ലക്ഷറി ആണോ, അല്ലെങ്കിൽ പിന്നെ ബോട്സ്വാനയുടെ വൈൽഡ് ലൈഫ് ആണോ, അല്ലെങ്കിൽ സാംബിയയുടെ അമേസിംഗ് ആയിട്ടുള്ള വിക്ടോറിയ ഫോൾസ് ആണോ, ഇതെല്ലാം കൂടെ കൊട്ടിയ ഒരു നിങ്ങൾക്ക് ആഫ്രിക്ക കണ്ട ഒരു എക്സ്പീരിയൻസ്, ഒരു അടിപൊളി യാത്രയായിരിക്കും എന്തായാലും. അപ്പം ഞങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് ഞാനിത് കഴിഞ്ഞ് നേരെ സൗത്ത് ആഫ്രിക്കയിലേക്കും ബോട്സ്വാനയിലേക്കും പോകണം. ഞങ്ങൾക്ക് അവിടെ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം അതിന് മുന്നോടിയായി ഞാൻ ഷൈജേട്ടാ ഞാൻ നമുക്കൊന്ന് മഡഗാസ്കർ ഒന്ന് അടിച്ചിട്ട് പോയാലോ, എന്തായാലും നമ്മൾ ടൂർ പ്രോഗ്രാം നടത്താം. അപ്പം അതിന് മുമ്പ് ഒരു ആഫ്രിക്കൻ രാജ്യത്തുള്ള യാത്ര നടത്തിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരെ എല്ലാവരെയും ഒന്ന് ആക്റ്റീവാക്കി എല്ലാവർക്കും അന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടെ ഞങ്ങൾ ഒന്നിച്ചൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചിലപ്പോൾ ഗ്രീൻ ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള ഫണ്ടോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ ആരോഗ്യമൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് മുന്നോടിയായി ഞങ്ങളൊരു യാത്ര, നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മഡഗാസ്കർ സീരീസ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫുട്ട് എന്നറിയപ്പെടുന്ന മഡഗാസ്കറിനെ 4 ഭാഗമായിട്ട് 3 സീരീസ് ആയിട്ട് തിരിച്ചാൽ നമുക്ക്. അതെ, 3 സീരീസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്റാനാരിവോ എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം മിഡിലെന്ന് നോക്കിയാൽ ഏകദേശം മിഡിലാണ് നമ്മുടെ മഡഗാസ്കറിന്റെ ആന്റാനാരിവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടണത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു കേരളത്തിന്റെ 2 ഇരട്ടി, അതായത് ഒരു 1600 കിലോമീറ്റർ. കേരളം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇരട്ടി ഉണ്ടാവും നമുക്ക് കേരളത്തിനേക്കാൾ മഡഗാസ്കർ. കേരളത്തിൽ ഇതൊരു വീതി നോക്കുവാണെങ്കിൽ ആവറേജ് 500 കിലോമീറ്റർ ആണ് വരുന്നത്. അതെ. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ഈ മാപ്പിൽ തന്നെ നോക്കിയാൽ വളരെ ലിമിറ്റഡ് ആയ റോഡുകൾ മാത്രമേ ഉള്ളൂ ഇതിനുള്ളൂ. പോവേണ്ട റോഡുകളൊക്കെ വളരെ ദുഷ്കരമാണ്. ഈ വളരെ ചുരുങ്ങിയ റോഡുകൾ മാത്രമേ കണക്ടിവിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ആന്റാനാരിവോ എന്ന് തുടങ്ങുന്നത്. ആന്റാനാരിവോ നമുക്ക് 3-4 റൂട്ടിലുണ്ട്. ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മരങ്ങളും സംഭവങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു ഏരിയയിൽ, നമ്മുടെ ഗോൾഡ് മൈൻ അല്ലെങ്കിൽ മൈനിങ്ങളൊക്കെ സെക്ടർ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലും ഈ ഏരിയയിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന റൂട്ട് സൗത്ത് സൈഡിലേക്കാണ്. കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള കാരണം ഏതാണ് കറക്റ്റ് സ്പോട്ട് നമ്മൾ പറയണില്ല. എന്നിരുന്നാലും എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പറയല്ല, ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സീരിയസ് അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ചില ലൊക്കേഷൻസ് ഞങ്ങൾ റിവീൽ ചെയ്യില്ല, പക്ഷേ ഏകദേശം ഒരു ഐഡിയ തരികയാണ് എന്താണ് ഈ ട്രിപ്പിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആന്റാനാരിവോ സൗത്ത് സൈഡിലേക്കാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. സൗത്ത് സൈഡിലുള്ള ഈ പട്ടണത്തിൽ ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം പ്രോഗ്രാമാണ്. 7 ദിവസം ഷൈജേട്ടൻ ലീവ് കിട്ടിയിട്ടുള്ളൂ. ഈ മഡഗാസ്കർ ശരിക്കും കേരളത്തിൽ നിന്നും അധികം യാത്രക്കാരൊന്നും എത്തിപ്പെടാത്തൊരു അല്ലെങ്കിൽ ഒരു നമുക്ക് അധികം ഡോക്യുമെന്ററി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ മഡഗാസ്കറിനെ ആദ്യമായി തൊട്ടറിയാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുമാത്രമല്ല ഇതിന് ഓഫർ ചെയ്യാൻ വൈഡ് വെറൈറ്റി. ഇപ്പോൾ നമ്മളൊരു ഐലൻഡ് രാജ്യത്ത് പോവുകയാണെങ്കിൽ, തായ്ലൻഡോ അല്ലെങ്കിൽ മൊറീഷ്യസോ പോവുകയാണെങ്കിൽ അതൊരു ബീച്ച് അറ്റ്മോസ്ഫിയറിലുള്ള ഐലൻഡ് കൺട്രി ആയിരിക്കും. പക്ഷേ ഇതൊരു കോണ്ടിനെന്റിന്റെ എല്ലാ എസൻസും ഉള്ള ഒരു രാജ്യമാണ്. കാടിന് കാട്, കാടിന് കാട്, നാടിന് നാട്, നാടിന് നാട്, വില്ലേജിന് വില്ലേജ്, വില്ലേജിന് വില്ലേജ്, കൾച്ചറിന് കൾച്ചർ, സാൻഡൽ പിന്നെ മരുഭൂമി പോലത്തെ പ്രതലങ്ങൾ, റെയിൻ ഫോറസ്റ്റ്, ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള മഡഗാസ്കർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മൾ അധികം വലിച്ചു നിന്നിട്ടില്ല. ഞങ്ങൾ ഇന്ന് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ പ്ലാനിങ് സംഭവങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വന്നത്.
നാളെ മുതൽ നമ്മുടെ റോഡ് ട്രിപ്പ് തുടങ്ങുന്നത്. മഡഗാസ്കർ സീരീസ് തുടങ്ങാൻ പോവാ. ഞങ്ങൾ വീണ്ടും റോഡിലേക്കും മണ്ണിലേക്കും ചെളിയിലേക്കും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് ഡേഞ്ചറും ഇപ്പൊ നമ്മൾ ചിരിക്കണമെങ്കിലുണ്ടല്ലോ, ഈ യാത്രയ്ക്ക് ഞങ്ങളുടെ മരണം വരെ മുന്നിൽ നിർത്തിയിട്ടുള്ള യാത്രയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ റിസ്ക് എടുത്ത് പോകുന്ന യാത്രയാണ്. നമ്മളിതൊരു ടൂർ ഓപ്പറേഷൻ സംഭവം ഒന്നല്ല, ഇത് ഞങ്ങൾ റിസ്ക് എടുത്ത് സ്വർണ്ണം തേടിയുള്ള യാത്രയാണ് നമ്മുടെ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി റിലാക്സിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് വരുന്നുണ്ട്. അത് ഇതുമായിട്ട് വ്യത്യസ്തമാണ്. അത് വരണം ആഗ്രഹമുള്ള ആൾക്കാരുടെ അടിയിൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വരാം. നമ്മുടെ കൂടെ നമ്മൾ പറയട്ടെ, നമ്മൾ പല ടൂർ ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിക്ക് നമ്മൾ പൈസ വാങ്ങണു, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മളിപ്പോൾ കാണുന്നത്. പല ഇങ്ങനത്തെ എന്താ പറയുക, ആഫ്രിക്ക അല്ലെങ്കിൽ അന്റാർട്ടിക്ക അല്ലെങ്കിൽ ആമസോണൊക്കെ റീജിയനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഓപ്പറേഷൻ എടുത്ത് നമ്മൾ മൾട്ടി സെക്കൻഡ് പാർട്ടിക്ക് നമ്മൾ ശരിക്കും യാത്ര നമ്മൾ കൈമാറാം. പക്ഷേ നമ്മുടെ യാത്രയിൽ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 10 പേരുള്ളതെന്ന് വെച്ചാലും ഞങ്ങൾ 2 പേരോ അല്ലെങ്കിൽ ഞാനോ ഉണ്ടാവും. നമ്മൾ യൂറോപ്യൻ റീജിയനിലാണ് ഗ്രീൻ ബുക്കിൻ്റെ പ്രോഗ്രാം വെച്ചാൽ ജോജോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ റീജിയനിലാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടപെട്ടിട്ടുള്ള യാത്രയാണ്. നമ്മൾ ആ യാത്രനെ എങ്ങനെ ഭംഗിയാക്കാന്നാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഓൾറെഡി ഇൻട്രസ്റ്റ് കാണിച്ച് വന്നിരിക്കുന്ന ആദ്യത്തെ 2 ടീമിലേക്ക് എല്ലാവരെയും ഞങ്ങളുടെ താങ്ക്സ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ഞങ്ങൾ ഇനി ഗ്രൂപ്പുകളും പ്രോഗ്രാമുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജൂൺ ജൂലൈ പാക്കേജ് ഏകദേശം തീർന്നു നമ്മുടെ. ഇനി നമുക്ക് ഓഗസ്റ്റ് 10-ാം തീയതി ഉള്ള ഒരു പാക്കേജ് ഉള്ളത്, ഓഗസ്റ്റ് 25-ാം തീയതി പാക്കേജ് ഉള്ളത്, സെപ്റ്റംബർ 10-ാം തീയതി പാക്കേജ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പാക്കേജുകൾക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളിവിടെ ജോയിൻ ചെയ്യുക. ആഫ്രിക്ക എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ തുടങ്ങാണ് കമ്മിങ് സൂൺ. പവർഫുൾ എപ്പിസോഡ് വരുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ ഓൺ ദ റോഡ് ട്രാവലിസ്ത.